ജീവിത ശൈലി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അനി രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് ആദ്യം ഇങ്ങനെ കണ്ണ് തിരുമും. ശരി, കണ്ണ് തിരുമിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ കട്ടിലടി എന്റെ മുണ്ട് തപ്പിയെടുക്കും. ഓക്കേ, അത് കഴിഞ്ഞിട്ട് മുണ്ട് എടുക്കും. എന്നിട്ട് വാ കഴുകും. വാ മാത്രമല്ല, ദേഹം മൊത്തം കഴുകണം, അല്ലേ? നാറ്. താബൂട്ടാ, അതാണോ ഉദ്ദേശിച്ചത്? സത്യം പറഞ്ഞ എന്താണ്? വാട്ട് ഈസ് യുവർ ജോബ്? എന്റെ ജോലിയോ? ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ കോമ്പയർ ചെയ്യാൻ പോവും. അയ്യോ, പ്രോഗ്രാമിനൊക്കെ ബോംബെറിയാൻ പോയ കോമ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അവതാരകൻ ടിവിയൊക്കെ ചെയ്തില്ലേ, ആങ്കറിങ്. അതെ, അതിപ്പോ എല്ലാ ദിവസവും ഇല്ലല്ലോ. ബാക്കിയുള്ള ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കും. അയ്യോ, അങ്ങനെ വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്ന ഡിപ്രഷൻ അടിക്കും. വലിയ കൂടിയ സാധനം അടിക്കാനുള്ള പൈസ നമ്മളെ ഇല്ല. ഞാൻ ചെറിയ ചാത്ത സാധനമൊക്കെ അടിക്കും. അയ്യോ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദം എന്നാണ് ഞാൻ. വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയെ എന്ത് വിളിക്കും? തനിച്ചിരിക്കുമ്പോ ഞങ്ങളെ വിളിക്കത്തേ ഇല്ല. വന്നു കഴിഞ്ഞാ സ്വസ്ഥത കാണൂല. നമ്മൾ തനിച്ചിരിക്കണം എന്തിനാണ്? സ്വസ്ഥതയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ ഭാര്യ ആരെങ്കിലും വിളിക്കോ? അയ്യോ, അത് ശരിയാണല്ലേ? അത് ശരിയാണോ? എന്തിനാ ചിരിക്കുന്നത്? ശരിയല്ല. നിങ്ങൾ ഭാര്യയെ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. ചിന്തിക്കുന്ന എന്റെ ഭാര്യ അല്ലാതെ വേറെ ആരുടെങ്കിലും? എന്റെ ഭാര്യയെ ചുംബിച്ച ഒരു ദിവസം, അന്നാണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി. അവള് നാട്ടുകാരെ വിളിച്ചു കൂട്ടി പോലീസിനെ അറിയിച്ച് എന്നെ വിട്ടിറങ്ങി പോയത്. സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ ആരെങ്കിലും അങ്ങനെ പിണങ്ങി ഇറങ്ങൂ? എന്നാ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും പിണങ്ങണം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. സത്യമായിട്ടും ഞാൻ അവളെ ചുംബിച്ചപ്പോഴാണ് അവളെ വിട്ട് പണങ്ങി പോയത്. അതെന്താണ്? അതായത് എനിക്ക് കൊറോണ വന്നപ്പോഴാണ് ഇവക്ക് കൊറോണ ഇല്ല. അങ്ങനെ ഇപ്പൊ സൂക്കിനെ പറഞ്ഞ് പിടിച്ചു ഒറ്റ പോലീസിന്റെ ഇറച്ചി ഹെൽത്തി നാളൊന്നും ആകെ വിഷയമായി. സ്നേഹമില്ല ഇവരുടെ മനസ്സിൽ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്നേഹം വരണം. സ്നേഹം വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹഗ് ചെയ്യണം. ഹഗ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓക്സിറ്റോക്സിൻ കൂടും, സകല പ്രശ്നങ്ങളും തീരും. അല്ലല്ല, എന്റെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും പോയി. സത്യം, മൈൻഡ് ഫ്രീ ആയി വേണം. മേഡത്തിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എത്ര പേര് മേഡത്തിന്റെ മോട്ടിവേഷൻ കണ്ട് ജീവിതം നന്നായിട്ട് പോയിട്ട്. ഇവിടെ ഒന്നുമല്ല, എവിടെ അമ്മയാ വലിയ വിഷം. മോട്ടിവേഷൻ എല്ലാം തരുന്നത് പിന്നെ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവള് പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കി മാറ്റിയത്. സത്യം പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് കിഡ്സ് പോലെ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികളുടെ കൂട്ടില്ലേ, എല്ലാം ഓപ്പൺ ആയി പറഞ്ഞ് ഒന്നും ഒളിച്ചു വെക്കാതെ അങ്ങനെ ആയിരിക്കണം. നോക്കൂ, എന്റെ സാബുവേട്ടനെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുക. അങ്ങനല്ല, ഒരു സ്പേസ്. ഞങ്ങൾ തമ്മിൽ സ്പേസ് ഇട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഞാനും ഇദ്ദേഹത്തെ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കിയില്ലേ. സത്യം പറയാമല്ലോ, ഇവളെ എനിക്ക് കിട്ടാറില്ല, വിളിച്ചാ കിട്ടാറില്ല. അത്രയ്ക്ക് തിരക്കാക്കി വിട്ടില്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 20. 20. അര കിടന്ന് കളിച്ചതാ. അല്ല, സത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം 20 വർഷങ്ങൾ ഞങ്ങൾക്ക് 20 ദിവസം പോലെ. സത്യമായിട്ട് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറേ ഇല്ല. 20 ദിവസമല്ല ആയിട്ടുള്ളൂ, 1 വർഷമെങ്കിലും വേണ്ടേ വെഡിങ് ആനിവേഴ്സറി? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് മേഡം, ശരിക്കും നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു? ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ സാബേട്ടനായിട്ട്. എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. പാട്ടൊക്കെ പാടും സാബേട്ടൻ, നൃത്തം ചെയ്യും സാബേട്ടൻ. ഇത്രേ ഉള്ളൂ സാബേട്ടൻ. സത്യം
പാടില്ല. ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇതാണ് വേണ്ടത്. അണപ്പാന്നോ? അണപ്പല്ല, നിങ്ങളെ ഈ ഒത്തൊരുമയുള്ള ഈ ജീവിതമാണ് എനിക്ക് സത്യം എനിക്ക് വേണ്ടത്. സത്യം സീരിയസ്ലി? അതിനുവേണ്ടി ഇതുവരെ വരണമെന്നൊന്നുമില്ല. എന്റെ 40കളിലെ പ്രണയം വായിച്ചിട്ടുണ്ടോ? 40-ല്ല പ്രളയം, 2014 പ്രളയം. അയ്യോ, അതല്ല, എന്റെ 40കളുടെ പ്രണയം, ലവ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. ആ, വായിക്കണം. അത് വായിച്ചാൽ നിങ്ങൾ ഭാര്യയോട് കുറച്ചും കൂടി അടുക്കും.